എന്ന് നദീർത്ത പറഞ്ഞ പാട്ടിന്റെ ആ വരികൾ അത്രത്തോളം ഓർമ്മ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഓർമ്മയുള്ള വരികൾ നദീർത്തക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാർത്തിക് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് കിരീടം തന്നിട്ടുണ്ട്. കാർത്തിക താങ്ക് യു, താങ്ക്സ് ലോട്ട്. കാർത്തിക ചാനൽ കാണുന്നുണ്ടോ കാർത്തിക? പറഞ്ഞോണ്ട് തള്ളിക്കളയാനും തോന്നിയില്ല. പന്തല്ലൂര് നമ്മള് എപ്പോഴും പോകുന്നത് നമ്മുടെ കുഞ്ഞിപ്പാടെ വീട് പന്തല്ലൂരല്ലേ. അവിടുന്ന് ആ വഴിക്ക് തന്നെയാണ് പോവുക കേട്ടോ. യൂസഫിന്റെ അവിടെ ആ വഴിയൂടെ തന്നെയാണ് പോവുക. യൂസഫിന്റെ നമ്പർ ഇല്ലേ? യൂസഫ്ക്കാടെ കയ്യിൽ യൂസഫിന്റെ നമ്പർ ഇല്ലേ? നമ്പർ അയച്ചരണോ? ഗുഡ് നൈറ്റ് കാർത്തിക്. നദു സഹീർ എന്ന് നമ്മുടെ നേതൃത്വ പറയുന്നുണ്ട്. നല്ല സ്വരം, സൂപ്പർ, ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. തല്ലിയാൽ ഞാൻ പാടും. നദീർത്ത ജോയിൻ ചെയ്യുന്നുണ്ടാ? നദീർത്ത ജോയിൻ ചെയ്യണ്ട. നദീർത്ത പാടൂടാ, നല്ല രീതിയിൽ പഴയ പാട്ടുകൾ നദീർത്ത അടിപൊളിയായിട്ട് പാടും. പക്ഷെ നദീർത്ത നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, ഓർമ്മയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അവിടുന്നും ഇവിടുന്നും നമ്മൾ തട്ടിക്കൂട്ടുന്ന പോലത്തെ ഒരു കാര്യമാണ് നദീർത്തയുടെ കാര്യം. പക്ഷെ നദീർത്തയുടെ മോള് സൂപ്പറായിട്ട് പാടുന്നു പറഞ്ഞു. പക്ഷെ ഇതുവരെ അതിന്റെ വരികൾ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ഷോർട്സ് ആയിട്ട് പോലും നദീർത്ത പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഷോർട്സ് ആയിട്ട് പോലും നദീർത്ത അത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം കേട്ടോ. നദീർത്ത, നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം ആയുധാകാദശിസ്ത്രേ പ്രഥമം വക്രതുണ്ടം ചലേതദന്തം തൃതീകം കൃഷ്ണപിംഗാക്ഷം ഗജവക്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ദശസ്ത്രം വികരമേവ ച ഭഗ്നനം വിഘ്നരാജേന്ദ്രം ദുർഘടം തം ദശാസ്ത്രം. പ്രഥമം ബാലചന്ദ്രം ദശമം തു വിനായകം ഏകാദശം ഗണപതിം ബാലചന്ദ്രോത്തനായകം വക്രതുണ്ട മഹാകാവ്യ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം. ഞാൻ വരാം. കാർത്തിക് ജോയിൻ ചെയ്യുന്നുണ്ടോ? കാർത്തിക് ജോയിൻ ചെയ്യുന്നുണ്ടോ? ആഷിക്കിന് സുഖമില്ലാത്ത കാരണമാണ്, അല്ലെങ്കിൽ ആഷിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. ആഷിക്കിന് നമുക്ക് ഒരു ദിവസം ഒന്ന് ഉഷാറായിട്ട് കൊണ്ടുവരണം. ബ്രോ പാട്ട് പഠിച്ചിട്ടുണ്ടോ? സെമി ക്ലാസിക്കൽ ആണല്ലോ കൂടുതലും എന്നുള്ളത് ചോദ്യമുണ്ട് കാർത്തികിന്റെ അടുത്തുനിന്ന്. നദീർത്ത ഒരു കാര്യം, അവൾ കീബോർഡ് വായിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ നദീർത്ത ചെയ്യുന്ന പോലെ പക്ഷെ ഫേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത് കീബോർഡ് ഒന്ന് വായിച്ച് കിട്ടിയാൽ അത് പോസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് വിരോധം ഉള്ളത്? നല്ല കാര്യല്ലേ? ഒന്ന് മോളോട് പറഞ്ഞു നോക്ക്. ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് പാട്ട് പഠിച്ചു. ഞാനേ ഈ സപ്തസ്വരം പഠിച്ചിട്ടുണ്ട്, ആരോഹണം അവരോഹണം, അത്രയും മതി. ഈ പാട്ട് പാടുക എന്നുള്ളതെന്ന് പറഞ്ഞാല് ആരോഹണം അവരോഹണം സപ്തസ്വരം, പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്നുള്ള പരിപാടിയാണ്. പിന്നെ ഗണപതി രാഗം, കീർത്തനങ്ങള്, പിന്നെ വിഷ്ണു സഹസ്രനാമം പഠിച്ച നല്ലതാണ്. അതെ 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 അതെ, അത് തന്നെയാണ് കറക്റ്റ്. യേശുദാസും ജാനകിയും ഒന്നും അല്ലല്ലോ. അതെ, അല്ല, ഇവര് തന്നെ പഠിച്ചിട്ടില്ല. ഇവര് തന്നെ തുടക്കമൊന്നും ഈ സപ്തസ്വരം തന്നെയാണ്. പിന്നീട് പഠിക്കുകയാണ്, ഓരോ പാട്ടിലൂടെയും പഠിച്ചു പഠിച്ചു വന്നാണ് ദാസേട്ടനൊക്കെ പഠിച്ചു വന്നു. അത് നമ്മുടെ കാർത്തിക് ജോയിൻ ചെയ്യാന്ന് പറയണ്ട. തൃശ്ശൂർക്കാരൻ രതീഷ്, നീ കൊറേ നാളായല്ലോ, അത് അറിയാനുണ്ട്. നല്ല പാട്ട് ബ്രോ എന്ന് പറയുന്നത്. കാർത്തിക് ഒന്ന് ജോയിൻ ചെയ്യാന്ന് പറയണ്ടോ? അതോ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ കാർത്തിക് ഒന്ന് ജോയിൻ ചെയ്തോ. നമ്മുടെ നാദു ലീവ് ആക്കി തരും. കാർത്തിക് ഒന്ന് ജോയിൻ ചെയ്തോ. പോയാ പിന്നെ ഞാന് പോവാണ്, ഉറക്കം വരുന്നുണ്ട്, ഒന്ന് ഉറങ്ങണം. നാദുവിന് ഉറക്കം വരുന്നുണ്ട്. അവനെ നമ്മൾ വിളിച്ചു വരുത്തിയതാണ് വയ്യാത്തടുത്ത്. അപ്പോ കാർത്തിക് ജോയിൻ ചെയ്യ്. നാദു ലീവ് ചെയ്യാണ്. എല്ലാരോടും നമ്മുടെ കഥാദേശയാനം വിമുക്തേർനിദാനം ഹരാരാതിമാനം സ്വദപ്താനുകൂലം ഗജദക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം.
സമസ്താപരേശം ത്രികേ പാകകേശം ജഗതിം